നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി. കോർമലയിൽ നിന്നുള്ള പ്രധാന പൈപ്പാണ് പൊട്ടിയത്. തൃക്കാർ റോഡിൽ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകിയത്. കോർമലയിലെ കൂറ്റൻ ജലസംഭരണിയിൽ നിന്നുള്ള ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി തൃക്കാർ റോഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. റോഡിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 3:00-ഓടെയാണ് തൃക്കാർ റോഡിലൂടെ കടന്നുപോകുന്ന പൈപ്പ് പൊട്ടിയത്. കോർമലയിലെ ജലസംഭരണിയിൽ നിന്ന് നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ഒരു മണിക്കൂറോളം പൈപ്പിലൂടെ വലിയ ശക്തിയിൽ വെള്ളം പുറത്തേക്കൊഴുകിയതോടെയാണ് തൃക്കാർ റോഡ് വെള്ളത്തിൽ മുങ്ങിയത്. EEC ബൈപ്പാസ് റോഡിൽ നിന്ന് തൃക്കാർ റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് നിന്ന് തൃക്ക അമ്പലം വരെയുള്ള 3 കിലോമീറ്റർ ഭാഗത്തോളം റോഡ് വെള്ളത്തിൽ മുങ്ങി. റോഡരികിലുള്ള വീടുകളിലേക്കും വെള്ളം ഒഴുകിയെത്തി. ഒരു വീടിന്റെ മതിലിനോട് ചേർന്നാണ് പൈപ്പ് പൊട്ടിയത്. ഈ മതിൽ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. റോഡിൽ വെള്ളം ഉയർന്നതോടെ സ്കൂൾ ബസ്സുകൾ വരെ റോഡിൽ കുടുങ്ങി. കാൽനടയാത്രക്കാർക്കും ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. പ്രതിഷേധം ശക്തമായതോടെയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെത്തി ജലവിതരണം നിർത്തിവെച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് മൂവാറ്റുപുഴ നഗരത്തിലെ കച്ചേരിപ്പടിയിൽ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായത്. പൈപ്പുകളുടെ കാലപ്പഴക്കമാണ് ഇത്തരത്തിൽ അടിക്കടി പൈപ്പുകൾ പൊട്ടുന്നതിന് കാരണമായി കണക്കാക്കുന്നത്. വേനൽ കനക്കുന്നതോടെ പൈപ്പുകൾ പൊട്ടുന്നത് ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ.